ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ കണക്ടിവിറ്റിയോടൊപ്പം അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനത്തിലും രാജ്യം മുന്നേറിയതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനം അതീവ സുരക്ഷയിൽ. സാങ്കേതിക പരിവർത്തനത്തിന്റെ മാർഗദർശിയായി രാജ്യം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ബീഹാറിൽ 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനം അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ കണക്ടിവിറ്റിയോടൊപ്പം അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനത്തിലും രാജ്യം മുന്നേറിയതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉത്തരാഖണ്ഡ് സംസ്ഥാന അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സമഗ്ര വികസന ശ്രമങ്ങളുടെ ഫലമായി സംസ്ഥാനത്തെ മാനവ വികസന സൂചികകളുടെ നിരവധി മാനദണ്ഡങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. बहुत प्रसन्नता की बात है कि विगत 25 वर्षों की यात्रा के दौरान उत्तराखंड के लोगों ने विकास के प्रभावशाली लक्ष्य हासिल किए. पर्यावरण, ऊर्जा, पर्यटन, स्वास्थ्य सेवा और शिक्षा के क्षेत्रों में राज्य ने सराहनीय प्रगति की. डिजिटल और फिजिकल कनेक्टिविटी तथा इंफ्रास्ट्रक्चर डेवलपमेंट के क्षेत्रों में भी विकास हुआ है. സംസ്ഥാനത്ത് മാതൃശിശു മരണനിരക്കുകളിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ പ്രാപ്യമാക്കാൻ സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് തിരിക്കും. വൈകിട്ട് 3-ന് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് കയർ കയറ്റുമതി ഫെഡറേഷൻ അംഗങ്ങളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. തിരികെ തിരുവനന്തപുരത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഇന്ന് രാജ്ഭവനിൽ തങ്ങും. നാളെ രാവിലെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ചടങ്ങിൽ ശ്രീ CP രാധാകൃഷ്ണൻ സംബന്ധിക്കും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും ഗതാഗത നിയന്ത്രണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊല്ലം നഗരപരിധിയിലെ സ്കൂളുകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ നാളെയും ഗതാഗത നിയന്ത്രണമുണ്ടാകും. സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യം സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താവ് മാത്രമല്ല, ഇപ്പോൾ സാങ്കേതിക പരിവർത്തനത്തിന്റെ ഒരു വഴികാട്ടിയായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ എമർജിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് നൂതന ആശയങ്ങളുടെ ആധുനിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനായി ഗവേഷണം എളുപ്പമാക്കുന്നതിനാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. हमने अनुसंधान नेशनल रिसर्च फाउंडेशन बनाया है ताकि हमारी यूनिवर्सिटीज में रिसर्च और इनोवेशन को स्केल अप किया जा सके और इसके लिए 1 लाख करोड़ रुपए की राशि तय की गई है. हमारा प्रयास है कि प्राइवेट सेक्टर में भी रिसर्च एंड डेवलपमेंट को बढ़ावा मिले. पहली बार हाई रिस्क और हाई इम्पैक्ट प्रोजेक्ट के लिए कैपिटल भी उपलब्ध कराई जा रही है. ചടങ്ങിൽ 1 ലക്ഷം കോടി രൂപയുടെ ഗവേഷണ വികസന നവീകരണ പദ്ധതി ഫണ്ടും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 5ാമത് ഇന്ത്യ ബഹ്റൈൻ ഹൈ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ ഇരു നേതാക്കളും സഹ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിൽ ഇന്ന് രാവിലെ ഉണ്ടായ വാഹന അപകടത്തിൽ 19 പേർ മരിച്ചു. ഇരുചക്ര വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രക്ക് തെലങ്കാന RTC ബസ്സിലിടിച്ചാണ് അപകടം. പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിലാണ്. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു.
തെരുവുനായ ശല്യം സംബന്ധിച്ച് സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതിയുടെ 3-അംഗ പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിച്ചു. സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരത്ത് തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉടൻ പുറപ്പെടുവിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. പശ്ചിമബംഗാളും തെലങ്കാനയും ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ നൽകുന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലാണ് പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത്. സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗർഭാശയഗള ക്യാൻസർ അർബുദ അനുബന്ധ മരണനിരക്ക് വർദ്ധിപ്പിച്ചതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിദഗ്ധരുടെയും ടെക്നിക്കൽ കമ്മിറ്റിയുടെയും യോഗം ചേർന്നാണ് വാക്സിനേഷൻ പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി BLOമാർ വീടുകൾ സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം നാളെ മുതൽ വിതരണം ചെയ്യും. അടുത്ത മാസം 4-ന് മുൻപ് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ 2026 ജനുവരി 8-ന് മുൻപ് സമർപ്പിക്കണം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് പ്രസിദ്ധീകരിക്കും. ബീഹാറിൽ 1-ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. താരപ്രചാരകരും മുതിർന്ന നേതാക്കളും സ്ഥാനാർത്ഥികൾക്കായി ഊർജിതമായി രംഗത്തുണ്ട്. 1-ഘട്ട പ്രചാരണത്തോടൊപ്പം 2-ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണവും ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് റാലികളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്. തമിഴ്നാടിന് പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആവശ്യമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. ഇന്നു മുതൽ സംസ്ഥാനത്ത് SIR പരിശോധന ആരംഭിച്ചതായും വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ഓരോ വോട്ടർക്കും ആത്മാർപ്പണത്തോടെ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജസ്ഥാനിൽ റോഡ് അപകടത്തിൽ 15 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. രാജസ്ഥാനിലെ ഫലോദി ജില്ലയിൽ ഭാരത്മാല എക്സ്പ്രസ് വേയിൽ ഇന്നലെ വൈകുന്നേരം ടെമ്പോ ട്രാവലർ ട്രക്കിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി ടീം ഇന്ത്യ. ഇന്നലെ മുംബൈയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് വീഴ്ത്തിയാണ് ഇന്ത്യ കന്നി കിരീടം ചൂടിയത്. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയ ദീപ്തി ശർമ്മ, ഷെഫാലി വർമ്മ എന്നിവയുടെ മികച്ച പ്രകടനമാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത്. ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതകളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അഭിനന്ദിച്ചു. വിജയിച്ച ടീമിന് ഏകദേശം 37.3 കോടി രൂപയാണ് പാരിതോഷികം ലഭിക്കുക. എക്കാലത്തെയും ഉയർന്ന സമ്മാനത്തുകയാണിത്. രാജ്യത്ത് നിലവിൽ വന്ന പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിൽ ഗണ്യമായ നികുതി ഇളവുകൾക്ക് കാരണമായതായി കേന്ദ്ര സർക്കാർ. 1800 cc താഴെയുള്ള ട്രാക്ടറുകളുടെ GST 5% കുറച്ചത് ചെറുകിട ഇടത്തരം കർഷകർക്ക് ആശ്വാസമായി. വിവിധ കാർഷിക യന്ത്രങ്ങളുടെ GST 5% കുറച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനും വിള ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും ഇത് വഴിയൊരുക്കും. തൃശൂർ പാലിയേക്കരയിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇടക്കാല സമിതി ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ഇതു സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിക്കാണ് നിർദ്ദേശം നൽകിയത്. സമയബന്ധിതമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. NH 544-ലെ ഗതാഗത തടസ്സവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സൈനിക് സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള 6-9 ക്ലാസുകളിലേക്ക് പ്രവേശന പരീക്ഷയ്ക്ക് ഈ മാസം 9 വരെ അപേക്ഷിക്കാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയ്ക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ജനുവരി 18-നാണ് പ്രവേശന പരീക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിജിറ്റൽ കണക്ടിവിറ്റിയോടൊപ്പം അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനത്തിലും രാജ്യം മുന്നേറിയതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സംസ്ഥാനം അതീവ സുരക്ഷയിൽ. സാങ്കേതിക പരിവർത്തനത്തിന്റെ മാർഗദർശിയായി രാജ്യം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിൽ ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ബീഹാറിൽ 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനം അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.